ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ സാധാ പോലുള്ള വീഡിയോസ് ഒന്നുമല്ല. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തു എൻ്റെ അടുത്ത് ഒരു ക്ലാസ് എടുത്തു കൊടുക്കുമോ, അതായത് BTയോ F9ഓ ഏതെങ്കിലും ഒരു പേപ്പർ ഒന്ന് ക്ലാസ് എടുത്തു കൊടുക്കുമോ എന്ന് കുറേ പേര് ചോദിച്ചു. അതുകൊണ്ട് ഞാനിന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നിർത്താം, കുഴപ്പമൊന്നുമില്ലല്ലോ. സോ അങ്ങനെ ഒരു പ്ലാനോട് കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. സോ ഇന്ന് എടുത്തിട്ടുള്ള ഒരു പേപ്പർ എന്ന് പറയുന്നത് BT ആണ്. കാരണം BT ആണ് ഏറ്റവും ആദ്യത്തെ പേപ്പർ, ഏറ്റവും എളുപ്പമുള്ള പേപ്പർ. എനിക്ക് പഠിപ്പിക്കാനും നമുക്ക് പഠിക്കാനും ഏറ്റവും എളുപ്പം BT ആയിരിക്കും. സോ അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BT എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. BTയിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഇനി വരുന്ന പേപ്പേഴ്സിന് ആവശ്യമുള്ള ടേംസും അതേപോലെ തന്നെ ഓരോ വാക്കിന്റെ മീനിങ്ങും പിന്നെ നമ്മൾ ബേസിക് ആയിട്ട് അക്കൗണ്ടിങ്ങും ഫിനാൻസിങ്ങും ഒക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് ഒരുപാട് നിങ്ങൾ അങ്ങോട്ട് സ്ട്രെസ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇത്രേ ഈ ഒരു ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. പുറത്ത് നല്ല മഴയുണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഏതായാലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഇത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. സോ അത് നമുക്ക് ചാപ്റ്റർ 1 നോക്കാം. ചാപ്റ്റർ 1ന്റെ പേര് ദ ബിസിനസ് ഓർഗനൈസേഷൻ എന്നാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് ഓർഗനൈസേഷൻ, എന്തിനാണ് ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ദ ഓർഗനൈസേഷൻ. വാട്ട് ആർ ഓർഗനൈസേഷൻസ്, വൈ ഡു വി നീഡ് ദം, ഡിഫറെന്റ് ടൈപ്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഒരു ഓർഗനൈസേഷൻ നോക്കാം. ഒരു ഓർഗനൈസേഷനെ ഏറ്റവും ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അയൽക്കൂട്ടം. അയൽക്കൂട്ടം നമ്മളൊരു ഓർഗനൈസേഷൻ ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. പക്ഷെ അവരുടെ ഉള്ളിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ അയൽക്കൂട്ടത്തിന്റെ ഉള്ളിലും. അത് അവർ മാനേജ് ചെയ്ത്, കാരണം അവരൊക്കെ ഏകദേശം സെയിം മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരായിരിക്കും. അവർക്ക് വർക്ക് ചെയ്യണം, ക്യാഷ് ഉണ്ടാക്കണം, കുടുംബം നോക്കണം. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരേ ടൈപ്പ് ആൾക്കാരായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും ഉണ്ടാവുക. വേറെ ഒരു ഓർഗനൈസേഷൻ ആണ് ഈ ചാരിറ്റി. ചാരിറ്റി നടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പൈസ ഉണ്ടാക്കാനോ ബിസിനസ് ഉണ്ടാക്കാനോ അല്ലല്ലോ അവർ ചാരിറ്റി നടത്തുന്നത്. അവർ ചാരിറ്റി നടത്തുന്നത് പാവങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ആ ചാരിറ്റിയിലുള്ള എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും അവരൊരു ഉദ്ദേശം. സോ നമുക്ക് സ്കൂള് ഒരു ഓർഗനൈസേഷൻ ആണ്, കമ്പനീസ് ഒരു ഓർഗനൈസേഷൻ ആണ്, ക്ലബുകൾ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ പറയാം. ഇനി എന്തിനാണ് ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ വേറെ വേറെ ടൈപ്പ് ഓർഗനൈസേഷൻസ് കുറെ ടൈപ്പ് ഉണ്ട്. പ്രോഫിറ്റിന് വേണ്ടിയുള്ളതുണ്ട്, പ്രോഫിറ്റ് അല്ലാതെ ജസ്റ്റ് സർവീസ് എന്ന രീതിയിലുണ്ട്, പിന്നെ അവരുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഓർഗനൈസേഷൻസും ഉണ്ട്. സോ ഇനി നമുക്ക് എന്താണ് ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ഇത് കണ്ടില്ലേ, മെയിൻ ആയിട്ടുള്ള ഡെഫിനേഷൻ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇത് ഞാൻ വായിക്കുന്നില്ല, കാരണം ഇതിന്റെ മലയാളം ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. പിന്നെ ഞാനിത് വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. സോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ കീ ആസ്പെക്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലാണ് നമ്മളൊരു ഓർഗനൈസേഷൻ ആണെന്ന് പറയുക എന്നതിനെ പറ്റിയാണ്. സോ മെയിൻ ആയിട്ട് നമുക്ക് 3 ഗോൾസ് ആണ് ഒരു ഓർഗനൈസേഷൻ ഉള്ളത്. അതിൽ കളക്റ്റീവ് ഗോൾസ് ഉണ്ട്. എന്ന് വെച്ചാൽ അതിലുള്ള എല്ലാവർക്കും ഏകദേശം ഒരേ നീഡ്സ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അയൽക്കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഉണ്ടാക്കുക പണിയെടുത്തിട്ട്. ഒരു ചാരിറ്റീന്റെ ആണെങ്കിൽ ചാരിറ്റി നടത്തുക, അതാണ് നമ്മുടെ കളക്റ്റീവ് ഗോൾസ്. ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ്. ഈ അയൽക്കൂട്ടം എന്ന് പറഞ്ഞ ഒരാളല്ലല്ലോ, അതിൽ പല ആൾക്കാരില്ലേ, അവരെല്ലാവരും കൂടി ചേരുമ്പോഴല്ലേ ഒരു അയൽക്കൂട്ടാവുള്ളൂ. സോ അതാണ് ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ടാവും. പിന്നെ ഒരു കൺട്രോൾഡ് പെർഫോമൻസ് ഉണ്ടാവും. നമുക്ക് അങ്ങനെ തോന്നിയ പോലെ നടക്കാനൊന്നും പറ്റില്ല. അയൽക്കൂട്ടത്തിൽ ഒരു വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ പ്രോപ്പറായിട്ട് ഒരു പ്രൊസീജിയർ ഉണ്ട്. അല്ലാതെ പെട്ടെന്നൊരു വീട്ടിൽ കയറി ചെന്നിട്ട് തോന്നിയ പോലെ പണിയെടുക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പൊ ഒരു കൺട്രോൾ പെർഫോമൻസ് ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് 3 ആസ്പെക്ട്സ് ഓഫ് ഓർഗനൈസേഷൻ? നിങ്ങളൊന്ന് വായിക്കിട്ടോ എൻ്റെ ഒപ്പം. പറ്റുന്നുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ഞാൻ പറയുന്ന പോയിന്റ്സ് മാത്രം നിങ്ങൾ നോട്ടിൽ എഴുതിയാൽ മതി, ബാക്കിയുള്ളത് ടെക്സ്റ്റിൽ ഒന്ന് വായിച്ചു പോയാൽ മതി. അതിന്റെ ആവശ്യമുള്ളൂ. ശരിക്കും BTക്ക് നോട്ടിന്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ നോട്ട് എടുക്കാൻ പറഞ്ഞത് മെയിൻ ആയ കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തു വെക്കാനാണ്. സോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ നോട്ടിലോട്ട് ഒന്ന് എഴുതി വെക്കാം. 3 ആസ്പെക്ട്സ് ഓഫ് ഓർഗനൈസേഷൻ: കളക്റ്റീവ് ഗോൾസ്, സോഷ്യൽ അറേഞ്ച്മെന്റ്, കൺട്രോൾ പെർഫോമൻസ്. ഞാൻ മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എവിടെയെങ്കിലും എഴുതി വെക്കുക, നമുക്ക് ആവശ്യം വരും കുറെ കഴിയുമ്പോൾ. പിന്നെ ഇതൊന്ന് വായിച്ചു നോക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്.
അത് കഴിയുമ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള വൈ ഡു വി നീഡ് ഓർഗനൈസേഷൻ എന്നൊരു ചോദ്യം. എന്തിനാണ് ഓർഗനൈസേഷൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തിനാണ് ആൾക്കാർ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയിട്ട് ചാരിറ്റി ചെയ്യുന്നത്? അല്ലെങ്കിൽ അയൽക്കൂട്ടം എന്തിനാണ്? അവർക്ക് ഓരോരുത്തർക്കും ഒറ്റയ്ക്ക് പോയി വർക്ക് ചെയ്താൽ പോരെ. അപ്പൊ അതെന്തിനാണെന്നാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ പഠിക്കാൻ പോകുന്നത്. സോ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്കൊരു ഓർഗനൈസേഷൻ കൊണ്ട് നേടാൻ പറ്റുന്നത്. ഷെയർ സ്കിൽ ആൻഡ് നോളജ്. ഷെയർ സ്കിൽ ആൻഡ് നോളജ് എന്ന് വെച്ചാൽ നമ്മുടെ അയൽക്കൂട്ടം. ഞാൻ എല്ലാത്തിലും അയൽക്കൂട്ടമാണ് പറയുന്നത്, കാരണം അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു എക്സാമ്പിൾ. ഈ അയൽക്കൂട്ടത്തിൽ എല്ലാവർക്കും എല്ലാ പണിയും അറിഞ്ഞോണമെന്നില്ല. ചില ആൾക്കാർക്ക് ചിലത് അറിയും, ചില ആൾക്കാർക്ക് ചിലത് അറിയില്ല. അപ്പോൾ അവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് അറിയാത്തവരെ പഠിപ്പിക്കാനും അതേപോലെ തന്നെ അറിയുന്നവർ ആ പണിയെടുക്കാനും അങ്ങനെ പരസ്പരം സഹായിച്ച് മുന്നേറാൻ പറ്റുന്ന ഒരു രീതിയായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതിൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഓരോ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പഠിക്കാനും അതേപോലെ തന്നെ അവരെ കണ്ടുപഠിക്കാനും അവരോട് ചോദിക്കാനും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ എഴുതിയിട്ടുള്ളത്, നിങ്ങളതൊന്ന് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്. സ്പെഷ്യലൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കൊരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വർക്ക് വന്നാലും അത് നമ്മൾ തന്നെ ചെയ്യണം. അത് വേറൊരാളെയും കൂടി ചെയ്യിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ നമ്മളൊരു ഓർഗനൈസേഷൻ, ഒരു കമ്പനിയാണ് ഞാൻ ഈ ഒരു എക്സാമ്പിളിൽ എടുക്കുന്നത്. ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ IT ഫീൽഡ് ഉണ്ടാവും, അതേപോലെ തന്നെ ഫിനാൻസ് ഫീൽഡ് ഉണ്ടാവും, അക്കൗണ്ടിങ് ഫീൽഡ് ഉണ്ടാവും, ഇവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ IT ഇരിക്കുന്നവനോട് പോയിട്ട് അക്കൗണ്ട്സ് എഴുതാൻ പറഞ്ഞാൽ അവൻ എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം അവൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, അതായത് അവന്റെ ഫീൽഡ് എന്ന് പറയുന്നത് IT ആണ്. സോ അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ട ജോബ് അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവും. അതല്ലാതെ ഒരു എന്റർപ്രീനർ ആണ്, ഒറ്റയ്ക്കാണോ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവനെയും കൊണ്ട് ഈ അവൻ എല്ലാത്തിനും സ്പെഷ്യലൈസ് ചെയ്യണം, കാരണം അവൻ ഒറ്റയ്ക്കാണ്. അവന് ഇവരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, വർക്കേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്കാണ്. അവന്റെ അക്കൗണ്ട്സും അവന്റെ ITയും അവന്റെ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ അവൻ തന്നെ ചെയ്യണം. അവിടെ ഒരു എന്താ പറയാ, അവിടെ നമുക്കൊരു സ്പെഷ്യലൈസേഷൻ ഉള്ള, അവന് ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അതാണ് സ്പെഷ്യലൈസേഷൻ. അത് കഴിഞ്ഞാൽ പൂൾ റിസോഴ്സസ്. അതിപ്പോ പൈസേന്റെ കാര്യമായാലും നമ്മുടെ സമയമായാലും ഒക്കെ വളരെ വാല്യൂബിൾ ആണ്. നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളതിനെക്കാട്ടിലും നമ്മളിപ്പോ ഒരു ബിസിനസ് തുടങ്ങുകയാണ്, നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പൈസയ്ക്ക് ഒരു കണക്കുണ്ട്. ഇത് നമ്മുടെ അൺലെസ് വി ഹാവ് എ ബാങ്ക്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് തീരുമല്ലോ. സോ 5 or 6 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതിന്റെ 5 ഇരട്ടിയായി അപ്പൊ പൈസ. അവരൊക്കെ ഇടുമല്ലോ. പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഒരു പണിയെടുക്കുന്നതാണോ അതോ 5 പേര് കൂടി ഇന്ന് പണിയെടുക്കുന്നതാണോ ഏറ്റവും പെട്ടെന്ന് കഴിയുക? സോ അതേപോലെ പൂൾ റിസോഴ്സസ് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് ഒരു പണി ചെയ്തു തീർക്കാനും അതേപോലെ തന്നെ ഫണ്ട് ആവശ്യമുള്ളപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റും. ഇത്രയും ഈ 3 കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ സിനർജി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കൊരു ഓർഗനൈസേഷന് കിട്ടും. സിനർജി എന്താന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ, അതായത് എന്നെ കണക്കിലാക്കാം. ഞാൻ ഒറ്റയ്ക്ക് ഒരു വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അതിന് എഫിഷ്യൻസി കൂടും. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നടക്കും. അതിനെയാണ് നമ്മൾ സിനർജി എന്ന് പറയാം. അത് എവിടെയെങ്കിലും എഴുതി വെച്ചോ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ മാർക്ക് ചെയ്യുന്നതൊക്കെ ആണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി, കാരണം ഇതൊന്നും അങ്ങനെ ഇതേപോലെ വരില്ല. നമ്മൾ ഇതിന്റെ ഒരു മീനിങ് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും വായിച്ചു വിടാത്തത്. ഓക്കെ, അത് നിങ്ങൾ വായിക്കണം. അടുത്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. നമുക്ക് ടോട്ടൽ എത്ര ഓർഗനൈസേഷൻ ഉണ്ട്? കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്. സോ ഇതൊക്കെ എന്താണ്, ഏതാണ് എന്നൊക്കെ ഓരോന്നായിട്ട് നമ്മളിനി നോക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ കൊമേഴ്ഷ്യൽ വേഴ്സസ് പ്രോഫിറ്റ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷിന് വേണ്ടിയിട്ട് നടത്തുന്ന ഓർഗനൈസേഷൻസ്. നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് അവർക്ക് പൈസയൊന്നും കിട്ടൂല, പ്രോഫിറ്റ് ഒന്നും കിട്ടൂല. പക്ഷെ കിട്ടുന്ന പൈസ അവിടെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ചെലവാക്കി, അങ്ങനെ അവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കില്ല. ചാരിറ്റി ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഫിറ്റ് സീക്കിംഗ്, അതായത് അവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് അവർ ഈ ഓർഗനൈസേഷൻ നടത്തുന്നത് പ്രോഫിറ്റിന് വേണ്ടിയാണ്, അതായത് പൈസയ്ക്ക് വേണ്ടിയാണ്. വെൽത്ത് ഓഫ് ദെയർ ഓണേഴ്സ്, മാക്സിമൈസിങ് വെൽത്ത് ഓഫ് ദെയർ ഓണേഴ്സ്, അതാണ് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷന്റെ ഗോൾ എന്ന് പറയുന്നത്, മെയിൻ ഒബ്ജക്റ്റീവ്. 3 ടൈപ്പ് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. സോൾ ട്രേഡർ ഉണ്ട്, പാർട്ട്ണർഷിപ്സ് ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ് ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സോൾ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് ഒരു
പലചരക്ക് കട നടത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു കമ്പനി തുടങ്ങാൻ പറ്റില്ല, ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റാളോ അല്ലെങ്കിൽ കടയോ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ഒരു ചെറിയ പേജ് തുടങ്ങുക. ഇതൊക്കെ സോൾ ട്രേഡേഴ്സ് ആണ്. ഒറ്റയ്ക്കായിരിക്കും അവർ വർക്ക് ചെയ്യുക. ദ ബിസിനസ് ഈസ് ഓൺഡ് ആൻഡ് റൺ ബൈ വൺ പേഴ്സൺ. ബിസിനസ് ഓൺ ചെയ്യുന്നതും നടത്തുന്നതും ഒരാളായിരിക്കും സോൾ ട്രേഡേഴ്സിൽ. രണ്ടാമത്തേതാണ് പാർട്ണർഷിപ്പ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, 2 പേരോ അതിലധികമോ കൂടി നടത്തുന്ന ഒരു കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബേക്കറി ആണെന്ന് വെച്ചോ. ആ ബേക്കറി 2 അതിലധികമോ പേര് ഓൺ ചെയ്ത് അവർ റൺ ചെയ്തതാണെങ്കിൽ അതിനാണ് പാർട്ണർഷിപ്പ്. പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കും. അടുത്തതാണ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ്. എന്ന് വെച്ചാൽ നോർമൽ കമ്പനീസ്. നമ്മളിപ്പോൾ ഒരു കുറേ മെമ്പേഴ്സ് ഉണ്ടാവും, അതിൽ കുറേ ഓണേഴ്സ് ഉണ്ടാവും, വർക്ക് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീനെ വെച്ചിട്ട് ഒരു കമ്പനിക്ക് എപ്പോഴും ഒരു വേറെ തന്നെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയും അതിൻ്റെ ഓണേഴ്സും സെപ്പറേറ്റ് ആയിരിക്കും. ഈ ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മാത്രം അവർക്ക് നഷ്ടം വരുള്ളൂ. കാരണം കമ്പനിക്ക് ഇപ്പോൾ ഞാൻ ഒരു പേരിട്ടു, ജിയോ എന്ന് പേരിട്ടു. അല്ല, ജിയോ ഉണ്ട്, സോറി ജിയോ വേണ്ട. എന്താണ് ഇപ്പോൾ ഒരു പേരിടുക ഇവിടെ ഇല്ലാത്തത്? ഇവോ പവർ എന്നൊരു പേരിട്ടു. ഇവിടെ എൻ്റെ ലാപ്ടോപ്പിൽ ഒടിച്ച സ്റ്റിക്കറിന്റെ 2 സൈഡും കൂടി ഞാൻ പറഞ്ഞാണ്. സോ ഇവോ പവർ എന്ന് ഞാനൊരു പേരിട്ടു. ഈ പേരിൽ ഞാനൊരു കമ്പനി തുടങ്ങി. ഞാൻ അതിൽ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സും 5 ലക്ഷം വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ കമ്പനിയിൽ കടം വന്നപ്പോൾ ടോട്ടൽ ഒരു 40 ലക്ഷം കടം വന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇട്ട പൈസ ടോട്ടൽ 30 ഉള്ളൂ. അപ്പൊ ബാക്കി 10 ലക്ഷം രൂപ കമ്പനി ലോസിലാണ്. ഈ കടം വീട്ടാൻ കമ്പനി അങ്ങനെ പൂട്ടിപ്പോയി. പക്ഷെ ഈ 10 ലക്ഷം ആര് കൊടുക്കും? അതൊരു വലിയ ചോദ്യമാണ്. ഈ 10 ലക്ഷം ആര് കൊടുക്കും? ഏതായാലും ഞാനോ എൻ്റെ കൂട്ടുകാരോ കൊടുക്കണ്ട. കാരണം കമ്പനിക്ക് കമ്പനിയുടെ കാര്യം, അത് വേറൊരു ലീഗൽ ഐഡന്റിറ്റിയാണ്. എനിക്ക് അവരുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. സോ അത് കമ്പനിയുടെ പാടായി. കമ്പനി വിറ്റിട്ടുന്ന പൈസ കൊടുക്കും, ബാക്കിയുള്ളത് നമുക്ക് കൊടുക്കാനുള്ള ആൾക്കാർക്ക് നഷ്ടമായി. അപ്പൊ അതാണ് നമ്മുടെ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് ആ ക്യാഷ് മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് പോകുള്ളൂ. അല്ലാതെ അത് ക്ലോസ് ചെയ്യേണ്ട ഒരു ഒബ്ലിഗേഷൻ നമുക്കില്ല. സോ നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി 2 ടൈപ്പ് ഉണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ട്. ഇതിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് ചെറിയ കമ്പനി ആയിരിക്കും. ചെറുതെന്ന് വെച്ചാൽ അത് കുറച്ച് ഓണേഴ്സ് ഉണ്ടാവുള്ളൂ. അവരവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു കമ്പനി ആയിരിക്കും. അതിന്റെ പേരിന്റെ കൂടെ LTD എന്നുണ്ടാവും. ഓക്കെ, സോ ദീസ് ടെൻഡ് ടു ബി സ്മോളർ ബിസിനസ് ഓഫൺ ഓൺ ബൈ ഫ്യൂ ഷെയർ ഹോൾഡേഴ്സ്. വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് പബ്ലിക്കിന് ഷെയർസ് വിൽക്കാൻ പറ്റില്ല. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ നമ്മൾ മേടിക്കുന്ന കാര്യം ഈ കമ്പനിയുടെ ഷെയർസ് ആണ്. സോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷെയർസ് സെല് ചെയ്യാൻ പറ്റില്ല. എത്രയാണോ അതിനകത്ത് ഓൾറെഡി ഓണേഴ്സ് ഉള്ളത്, ചിലപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കൂടി തുടങ്ങിയായിരിക്കും, അവർ തന്നെ വേണം നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അടുത്തതെന്ന് പറയുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആണ്. ഇത് വലിയ ബഡാ കമ്പനീസ്, ജിയോ അല്ലെങ്കിൽ ടാറ്റ, ഇങ്ങനത്തെ വലിയ വലിയ കമ്പനീസ് ഒക്കെയാണ്. ഇവരുടെയൊക്കെ ഷെയർസ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അത് ലക്ഷക്കണക്കിന് യൂസേഴ്സ് അല്ലെങ്കിൽ കോടിക്കണക്കിന് അതിന് ഓണേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. പക്ഷെ അവരാരും ഇതിനു വേണ്ടി വർക്ക് ചെയ്യില്ല. ഇവർ ജസ്റ്റ് പൈസ ഇൻവെസ്റ്റ് ചെയ്യും, കമ്പനി ആ പൈസ വെച്ച് വർക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇവർക്ക് വീതിച്ചു കൊടുക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി. സോ ചെറിയ കമ്പനീസ് ആണ്, അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ ഷെയർസ് വിൽക്കാൻ പറ്റില്ലെങ്കിൽ അതാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. വലിയ കമ്പനീസിന് പറയുന്ന പേരാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി, PLC എന്നുണ്ടാവും. ജനറൽ പബ്ലിക്കിന് നമ്മുടെ ഷെയർസ് വിൽക്കാൻ പറ്റും. അടുത്തൊരു രണ്ടാമത്തെ സെപ്പറേഷൻ ഓഫ് ഓർഗനൈസേഷൻ ആണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പൊ ആദ്യം പറഞ്ഞത് നമ്മൾ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ, അതിൽ പ്രോഫിറ്റിന് വേണ്ടിയാണ് നമ്മൾ ഓർഗനൈസേഷൻ നടത്തുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ NPOs എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റിന് വേണ്ടിയല്ല, നമുക്കൊരു ഗോൾ ഉണ്ടാവും, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഗോൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചാരിറ്റി. അവരുടെ ഗോൾ എന്ന് പറയുന്നത് പാവങ്ങളെ സഹായിക്കുകയാണ്, സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുകയാണ് ചാരിറ്റീൻ്റെ ഗോൾ. സോ അവരൊരിക്കലും പ്രോഫിറ്റിന് വേണ്ടിയല്ല അവർ ചാരിറ്റി നടത്തുന്നത്. അവരുടെ ഉദ്ദേശം സോൾലി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവരവരുടെ ചെലവിനുള്ളത്, അതായത് ആ ഒരു ഓർഗനൈസേഷൻ നടത്തി കൊണ്ടുപോകാനുള്ള പൈസ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. അത് മാത്രമേ അവർ എടുക്കാൻ പാടുള്ളൂ, അല്ലാതെ അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പാടില്ല. സോ അതാണ് നമ്മുടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. സ്കൂള്, ഹോസ്പിറ്റൽസ്, ചാരിറ്റീസ്, ക്ലബ്ബ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഏജൻസീസ്. ഈ സ്കൂളിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ, ഇത് മെയിനായിട്ട് നമുക്ക് വിദേശത്തെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. സോ വിദേശ രാജ്യങ്ങളിൽ സ്കൂളും ഹോസ്പിറ്റലൊക്കെ മിക്കവാറും ഫ്രീ ആണ്. കാരണം ഇയർലി നമ്മൾ അതിനുള്ള പേയ്മെന്റ് അടയ്ക്കുന്നുണ്ട്.
സോ അങ്ങനെയാണ് ഈ സ്കൂളൊക്കെ അവിടെ വന്നത്. സ്കൂളൊക്കെ ഫ്രീ ആണ് വിദേശത്ത്. പിന്നെ പറയാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് NFPs വിൽ വേരി ഡിഫറെൻ്റ്ലി. ഓരോ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഓരോ ഉദ്ദേശങ്ങളാണ്. അതിപ്പോൾ നമുക്ക് ആലോചിച്ച് മനസ്സിലാവല്ലോ. ഹോസ്പിറ്റലിൻ്റെ എന്ന് പറയുന്നത് ആൾക്കാരെ സഹായിക്കലാണ്. ഹോസ്പിറ്റലിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യലാണ്. അവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ അവർ സഹായിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് കൗൺസിൽസ് മേ സീ ദർ മിഷൻ ആസ് കെയറിങ് ഫോർ ദ കമ്മ്യൂണിറ്റി. ഓരോ കൗൺസിൽസും കാര്യങ്ങളൊക്കെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് കൗൺസിലുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്തിനാണ്? നമുക്കറിയാലോ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്തിനാ, സർക്കാർ ഓഫീസുകൾ എന്തിനാ? സർക്കാർ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കാൻ, ഓരോ പോളിസീസും നിയമങ്ങളൊക്കെ നടപ്പിലാക്കാനാണ് നമ്മുടെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഉള്ളത്. പിന്നെ വന്നത് ചാരിറ്റി. അത് നമ്മൾ കുറേ നേരം പറയുന്നത് ചാരിറ്റി. ചാരിറ്റി എന്തിനാ? പാവങ്ങൾക്ക്, ആവശ്യമുള്ളവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് NFPs. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ പോയിന്റ് ഇട്ടതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, മാർക്ക് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് 2 ടൈപ്പ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഒരെണ്ണം പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസും പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസും. പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഓർഗനൈസേഷൻസ്. അതായത് ഗവൺമെന്റിന് ഓരോ നിയമങ്ങൾ നടപ്പിലാക്കാനും അല്ലെങ്കിൽ അവരുടെ ഓരോ പോളിസീസ് പാസ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് നടത്തുന്നത്. പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഈ കമ്പനീസൊക്കെ അവരുടേതായ പ്രോഫിറ്റിന് വേണ്ടിയും അവരുടേതായ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണല്ലോ ഇവർ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുള്ളത്. സോ അതാണ് ഈ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനും പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷനും. എന്താണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. The public sector is part of the economy that is concerned with providing basic government services controlled by government organization. Okay. So ഇനി private sector organization ഞാൻ പറഞ്ഞത് തന്നെ run by private individuals and group of rather than government. അടുത്തതാണ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, NGOs. ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന് എക്സാമ്പിൾ നോക്കിയാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ JRC ഒക്കെ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. എ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഈസ് വൺ വിച്ച് ഡസ് നോട്ട് ഹാവ് പ്രോഫിറ്റ് ആസ് ഇറ്റ്സ് പ്രൈമറി ഗോൾ ഇസ് നോട്ട് ഡയറക്ട്ലി ലിങ്ക് ടു ദ നാഷണൽ ഗവൺമെന്റ്. ഓക്കെ, അടുത്തത് നോക്കാനുള്ളത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ NGOs ആണ്. ഇവരുടെ ഒരു ഗോൾ എന്ന് വെച്ചാൽ ഇവർക്ക് പൈസ ഉണ്ടാക്കാനോ പ്രോഫിറ്റ് ഉണ്ടാക്കാനോ ഒന്നുമല്ല, ഇവർക്ക് ലാഭമൊന്നും വേണ്ട. ഇവർ മെയിനായിട്ട് നടത്തുന്നത് നാഷണലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതായത് നമ്മളെ എൻവയോൺമെന്റലിസ്റ്റ്, അതേപോലെ തന്നെ LGP അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ നമുക്ക് സമൂഹത്തിൽ നടത്തുന്ന ഓരോ പ്രോബ്ലങ്ങൾക്ക് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യാനും ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയുള്ള ആൾക്കാരാണ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ റെഡ് ക്രോസ് ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. അവർ വയ്യാത്ത ആൾക്കാരെ വീട്ടിൽ പോയിട്ടും അല്ലെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാനും, അതേപോലെ തന്നെ ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഗ്രീൻ പീസ് അല്ല കേട്ടോ, നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതിനുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഗ്രീൻ പീസിൽ വരുന്ന ആൾക്കാർ. ഓക്കെ, പിന്നെ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, അങ്ങനെ പൈസ ഒന്നും വാങ്ങാത്ത ഡോക്ടേഴ്സ്. അടുത്തതാണ് കോപ്പറേറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഓണേഴ്സും അവിടുത്തെ കസ്റ്റമേഴ്സും തന്നെയാണ് ഒരു കോപ്പറേറ്റീവിൻ്റെ മെമ്പേഴ്സ്. ഇത് മെയിനായിട്ട് സഹകരണ സൂപ്പർ മാർക്കറ്റ്, സഹകരണ സംഘം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. എൻ്റെ വീടിൻ്റെ താഴെയുണ്ട് സഹകരണ സൂപ്പർ മാർക്കറ്റ്. അവിടെയുള്ള ഓണേഴ്സാണ് അവിടുത്തെ മെമ്പേഴ്സും, അവിടെയുള്ള ഓണേഴ്സ് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആൾക്കാരും. ഈ ഒരു കോപ്പറേറ്റീവ്സ് തുടങ്ങിയ എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നടത്താനാണ്. സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്, അത് നടത്തുന്നത് ഒരു ടീമും നമ്മൾ കസ്റ്റമേഴ്സായിട്ട് പോകുന്നത് വേറൊരു ടീമുമാണ്. പക്ഷെ രണ്ടും അതിൻ്റെ മെമ്പേഴ്സ് തന്നെയാണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കോപ്പറേറ്റീവ്സ് ആർ ഓർഗനൈസേഷൻസ് ദാറ്റ് ആർ ഓൺഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് ബൈ ദെയർ മെമ്പേഴ്സ്. ഈ ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് ബൈ ദെയർ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് അങ്ങനെ ചോദിക്കാം, അങ്ങനെ ഡെമോക്രാറ്റിക്കലി കൺട്രോൾ ചെയ്യുന്ന എന്ത് ഓർഗനൈസേഷൻ ആണുള്ളതെന്ന് ചോദിച്ചാൽ അത് കോപ്പറേറ്റീവ്സ് ആണ്. കാരണം അവിടെ എല്ലാവരുടെ എല്ലാവരുടെ അഭിപ്രായത്തിനും അവിടെ വിലയുണ്ട്, ഓരോ വോട്ടിനും അവിടെ വിലയുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്, അവിടെയൊക്കെ അതിൻ്റെ മെമ്പേഴ്സ് തന്നെയാണ് അത് നടത്തിക്കൊണ്ടു പോകുന്നത്. സോ പീപ്പിൾ ഹു ബൈ ദർ ഗുഡ്സ് ഓർ സർവീസസ്, അവരാണ് അതിൻ്റെ മെമ്പേഴ്സ്. അത് നടത്തിക്കൊണ്ടു പോകുന്നവരും അവിടെ സാധനങ്ങൾ മേടിക്കുന്നവരുമാണ് ആ കോപ്പറേറ്റീവ്സിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും സിംഗിൾ വോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ. കോർപ്പറേറ്റീവിൽ എല്ലാവരും ഈക്വൽ ആണ്, എല്ലാവർക്കും അവർക്ക് എത്ര അതിനകത്ത് ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും ഒരാൾക്ക് ഒരു വോട്ട്, ഒരാൾക്ക് ഒരു ഒപ്പീനിയനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ കമ്പനീസിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഷെയറിനനുസരിച്ചിട്ടാണ് വോട്ട്.
അതായത് ഒരു കമ്പനിയിൽ 70% ഷെയറുള്ള ഒരാളുണ്ടെങ്കിൽ അവൻ മാത്രം തീരുമാനിച്ചാൽ മതി. കാരണം ബാക്കിയുള്ളവരെല്ലാം കൂടി എതിര് പറഞ്ഞാലും 30% ആവുള്ളൂ. സോ അങ്ങനെ ഷെയർസിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ഉള്ള ഒരു സംഭവമാണ് ഈ കമ്പനീസ്. പക്ഷെ കോപ്പറേറ്റീവ്സിൽ അങ്ങനെയല്ല. നമ്മൾ എത്ര കൊമ്പത്താളാണെങ്കിലും ഒരാൾക്ക് ഒരു വോട്ട്. ദേ ആർ സോൾലി ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ് ഓണേഴ്സ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓണേഴ്സിന്റെയും മെമ്പേഴ്സിന്റെയും ബേസിക് ആയിട്ടുള്ള നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ കോപ്പറേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അടുത്തതാണ് സെക്ടേഴ്സ് ഇൻ വിച്ച് ഓർഗനൈസേഷൻസ് ഓപ്പറേറ്റ്. എ ഫർദർ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻസ് ഇൻ ദ മാർക്കറ്റ് ഇൻ വിച്ച് ദേ ഓപ്പറേറ്റ്. ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ സെക്ടേഴ്സ് ആണ്. ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതികളിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് നമുക്കിപ്പോൾ ഫിനാൻസേഴ്സ്, റീറ്റെയിലേഴ്സ്, സർവീസ്, ട്രാൻസ്പോർട്ടേഷൻ, ഇവരൊക്കെ ഒരേ രീതിയിലാണ് വർക്ക് ചെയ്യുക. അല്ല, നമ്മൾ മൈനിങ് ചെയ്യുന്നത് എവിടെയാണ്? മണ്ണിൽ കുഴിച്ചിട്ടാണ് മൈനിങ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണോ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്? മണ്ണിൽ കുഴിച്ചിട്ടാണോ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്? സോ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എനിക്കിതൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. എന്നാലും നിങ്ങളിതൊന്ന് വായിച്ചു വിടുക. അഗ്രികൾച്ചർ ഉണ്ട്, മൈനിങ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊന്നും ചോദിക്കുമെന്ന് പോലും അറിയില്ല. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ 1 കഴിഞ്ഞിട്ടുണ്ട്. ഇത് സമ്മറിയാണ്. നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. ചാപ്റ്റർ 2ന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ ചെയ്യാം. ഇപ്പം എന്തായാലും ടൈം ഉണ്ട് എനിക്ക്, അപ്പോൾ വീഡിയോസ് ചെയ്യാൻ വിചാരിക്കുന്നു. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.